ഇതിനപ്പുറത്തേക്ക് വിളിക്കാനും കേൾക്കാനും പറയാനും വാർത്തകൾ വിശദമാക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണം എന്നതിനപ്പുറത്തേക്ക് ഇന്ന് നമ്മുടെ ജീവനാഡിയായി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യമായി വാച്ചായും പാട്ട് കേൾക്കുന്ന ഉപകരണമായും ക്യാമറയായും അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾക്കൊക്കെ സജീവമായി നിൽക്കുന്ന ഉപകരണമായി മൊബൈൽ ഫോൺ മാറി ഈ ലോകത്തിൽ നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇന്റർനെറ്റും സൗകര്യങ്ങളും ഒക്കെ ഉള്ളത്. എന്തും ഏതും എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ പ്രസിഡന്റ് ഉദയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി ആഗ്രഹിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക്. ഞാൻ ഈ ആശംസാ പ്രസംഗം എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവില്ല. കുറച്ചുകൂടി ഞങ്ങളെപ്പോലുള്ള പ്രായത്തിലെത്തുമ്പോഴാണ് ഈ കുട്ടിക്കാലത്തിൻ്റെ വില മനസ്സിലാവുക. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങൾ കടന്നു പോകുന്നത്. മറ്റു ബാധ്യതകളൊന്നുമില്ലാത്ത, പ്രാരാബ്ദങ്ങളൊന്നുമില്ലാത്ത, പഠനം മാത്രം മുമ്പിലുള്ള ഏറ്റവും നല്ല സുവർണ കാലഘട്ടമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് കുട്ടിയായിരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുമെങ്കിലും സാഹചര്യം കൊണ്ട് കുട്ടികളാവാൻ പറ്റാത്ത ആളുകളാണ് ഇന്ന് വേദിയിലിരിക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കുറേ ആളുകളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇന്ന് നിങ്ങളെ വിളിച്ചിരുത്താൻ, നിങ്ങൾക്കിങ്ങനെ അനുമോദനം തരാനൊക്കെ നിരവധിയായ സംഘങ്ങളും സംഘടനകളും മറ്റു ക്ലബ്ബുകളും ഒക്കെ തയ്യാറാവുന്നുണ്ട്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് 90കളിൽ അല്ലെങ്കിൽ 80കളിൽ ഞങ്ങളൊക്കെ ഇപ്പോഴത്തെ പുതിയ കുട്ടികളുടെ ഭാഷയിൽ, ജെൻസിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ 80s കിഡ്സ് 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങളെ ആരും അനുമോദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പഠിച്ചാൽ അവനവന് നല്ലത്, പഠിച്ചില്ലെങ്കിൽ അവനവന് തന്നെ. ഇന്നത്തെ വർക്ക്ഷോപ്പുകളിലിരിക്കുന്ന ആശാന്മാരും ഇന്നത്തെ ഡ്രൈവർമാരും കണ്ടക്ടർമാരൊക്കെ പരിശോധിച്ചാൽ ഒരുപക്ഷെ അവരൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളോടൊക്കെ സ്കൂളിൽ പഠിച്ച ആളുകളായിരുന്നു. ഇന്ന് നിങ്ങൾ പഠിക്കുന്നതൊക്കെ എല്ലാവരും എഞ്ചിനീയർ ആവാനും അല്ലെങ്കിൽ ആർക്കിടെക്ട് ആവാനും ഡോക്ടറാവാനും MBBS ഒക്കെയാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഞങ്ങൾക്കൊരു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒക്കെ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് കിടക്കുക, 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു തൊഴിലിലേക്ക് പ്രവേശിക്കുക, ആ തൊഴിലിൽ എങ്ങനെയും രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്ത് ഞങ്ങളുടെയൊക്കെ ഒരു ടാർഗറ്റ്. അന്ന് ഞങ്ങളെ പ്രതീക്ഷിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ പോലും ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ പണിക്ക് പോടാ എന്ന് പറയുന്നതായിരുന്നു കാലഘട്ടം. ഇന്നിപ്പോൾ അങ്ങനെ പണിക്ക് പോടാ എന്ന് പറയുന്ന രക്ഷിതാക്കളൊന്നുമില്ല. എല്ലാവരും മക്കളെ അങ്ങനെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കോഴികൾ തള്ളക്കോഴി സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 20 വയസ്സായാലും 22 വയസ്സായാലും 30 വയസ്സായാലും കുട്ടികളൊക്കെ അമ്മമാർക്ക് ഇപ്പോഴും കുട്ടികൾ തന്നെ. ആ ഒരു കരുതൽ കൊണ്ടാവണം ഒരുപക്ഷെ നമ്മുടെ കുട്ടികളിലെ പകുതി കുട്ടികളും ഇപ്പോൾ ഈ അടുത്ത കാലത്തെ ശ്രദ്ധിക്കുന്നത് അവരുടെ ടാർഗറ്റുകളൊക്കെ മാറിപ്പോകുന്നു. സൗകര്യങ്ങൾ കൂടിയതുകൊണ്ട് അവരുടെ ലക്ഷ്യബോധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു ചില ആളുകൾക്കൊക്കെ. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ വളർന്നു വരുന്ന ലഹരിയുടെ ഉപയോഗം. ഈ ലഹരിയൊക്കെ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ത്വരയുണ്ടാവുന്നതും ഒക്കെ നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളുടെ നിലവിൽ കിട്ടുന്ന സൗകര്യങ്ങൾ പോരാതെ വരുമ്പോഴാണ് അടുത്തൊരു ലഹരിയിലേക്ക് നമ്മുടെ മനസ്സറിയാതെ പോകുന്നത്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിരുന്ന മക്കളുള്ള കാലത്ത് അവർക്കൊന്നും ലഹരി എന്ന് പറയുന്ന ജീവിതമായിരുന്നു ലഹരി. അവർക്കൊരിക്കലും മറ്റൊരു ലഹരി ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളെ ഇപ്പൊ ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്ന സംഭവം അറിയാനുള്ള സാഹചര്യമേ ഇല്ല. നമ്മുടെ ഇവിടുത്തെ ഗോവിന്ദമാഷൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആളുകളൊക്കെ പണക്കാരാണ് ഇപ്പൊ എല്ലാവരും. മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തും ത്യജിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുക്കി കൊടുക്കാനും അവരെ സഹായിക്കാനും ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളൊക്കെ വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. ഈ സന്തോഷ കൂടുതലുകളാണ് ചിലപ്പോൾ ഒരുപക്ഷെങ്കിലും അവരെ ഇത്തരം ലഹരി പോലുള്ള ലാഭത്തിലേക്കൊക്കെ തിരിച്ചുവിടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ നിങ്ങൾ കളിക്കുന്ന ഗെയിമുകൾ അല്ലെങ്കിൽ നിങ്ങൾ അനുവർത്തിച്ചു വരുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണമായിട്ടുള്ള മൊബൈൽ ഫോണിൽ കളിക്കുന്ന ഗെയിമുകൾ നോക്കൂ. നമ്മള് ഒരു കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന കാലം ഞങ്ങളൊക്കെ കളിച്ചു വളരുന്ന കാലത്ത് ഞങ്ങൾ കളിച്ചിരുന്ന കളികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്രിക്കറ്റിന്റെ പ്രാചീന രൂപമായ കുട്ടിയും പുള്ളും അല്ലെങ്കിൽ ഏറുപന്തോ അതല്ലെങ്കിൽ കണ്ടുകുത്തി കളിക്കലോ ഒക്കെ ആയിരുന്നു കളിച്ചിരുന്നെങ്കിൽ അന്നൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ആ കുട്ടിയെ ചേർത്ത് കൂടെ നിൽക്കുന്ന കളിക്കാരനെ ചേർത്ത് പിടിച്ച് അവനെ സന്തോഷിപ്പിച്ച് അവനെ സഹായിച്ച് അവനെ ഏറ്റി വീട്ടിൽ കൊണ്ടുപോയി കാലൊടിഞ്ഞാൽ വീട്ടിൽ കൊണ്ടാക്കും, കൈ ഒടിഞ്ഞാൽ വീട്ടിൽ കൊണ്ടാക്കും, മാതാപിതാക്കളെ തല്ലുകൊള്ളും, അതിന്റെ ചീത്ത കേൾക്കും ഒക്കെ ചെയ്യുമെങ്കിലും അന്ന് പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടുമൊക്കെയായിരുന്നു ഞങ്ങളുടെ കളികളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ കളിക്കുന്ന കളികളൊന്നും നോക്കി നോക്കൂ. വീഡിയോ ഗെയിമുകളിലൊക്കെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഗെയിമുകളുടെ 80% ഗെയിമുകളും അവരെ കൊല്ലട അല്ലെങ്കിൽ അവരെ വെട്ടട ഇവനെ തല്ലട എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊന്നും തല്ലും അല്ലെങ്കിൽ വെട്ടിപ്പിടിപ്പിച്ച് നശിപ്പിച്ചുമൊക്കെയാണ് കുട്ടികൾ ജയിക്കുന്നത് കളികളിൽ.
ഈ വെട്ടിക്കൊന്നും തല്ലിക്കൊന്നും വെടിവെച്ച് കൊന്നും ഒക്കെ ജയിക്കുന്ന ഗെയിമുകൾ കളിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ജീവിതത്തിൽ എപ്പോഴൊക്കെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആ ജയിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ വെട്ടിക്കൊന്നാലോ തല്ലിക്കൊന്നാലോ അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നാലോ ജയിക്കാൻ കഴിയാന്നുള്ള ഒരു സന്ദേശം അറിയാതെ അവരുടെ മനസ്സിൽ എവിടെയൊക്കെയോ തറക്കപ്പെടുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് ഈ അടുത്ത കാലങ്ങളിൽ കാണുന്ന അമ്മയെ അച്ഛൻ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ കുട്ടികൾ മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിനെ വെട്ടുന്നു, തല്ലുന്നു, കൊല്ലുന്നു, വെട്ടുന്നു. ഇതൊക്കെ ഒരു സാധാരണ സംഭവമായി മാറുകയാണ്. നമ്മൾ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന ഉപകരണത്തിൽ നമ്മൾ കയറ്റി വയ്ക്കുന്ന ഗെയിമുകളിൽ നമ്മൾ തന്നെയാണ് അവരോട് കൊല്ലാൻ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ നമ്മൾ പഠിപ്പിച്ച ഗെയിമുകൾ, കളിക്കാൻ കൊടുത്ത ഗെയിമുകൾ അവൻ പഠിച്ച കൊല്ലലും വെട്ടലുമാണ്. അവൻ കുറച്ചുകൂടി പ്രായപൂർത്തിയാകുമ്പോൾ അവന്റെ കയ്യിലുള്ള യഥാർത്ഥ ഉപകരണങ്ങൾ കൊണ്ട് അടുത്ത ആൾക്ക് ഉപയോഗിക്കുന്നതാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പറഞ്ഞു വരുന്നത് മൊബൈൽ ഫോൺ ഒരു തെറ്റായ സാധനമോ മോശം സാധനമോ ഒന്നുമല്ല. ഞങ്ങളൊക്കെ ജീവിക്കുന്നത് പോലും അതുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുട്ടികളിൽ വല്ലാതെ കുറയ്ക്കണം. പല വീടുകളിലും അല്ലെങ്കിൽ കുറച്ച് അറിവുള്ള പല വീടുകളിലൊക്കെ മൊബൈൽ ഫോണിൽ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്ര മണിക്കൂർ കുട്ടിക്ക് ഉപയോഗിക്കാൻ കൊടുക്കാൻ പാടുള്ളൂ, 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ സ്ക്രീൻ ടൈം എന്നാണ് അതിന് പറയാം. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഫോണിൽ ഫുൾ ടൈം അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഇന്റർനെറ്റും കയറ്റിക്കൊടുത്ത് കുട്ടിയുടെ കയ്യിൽ ഫോണിൽ കൊടുത്ത് അവൻ എന്ത് ചെയ്യുന്നത് പോലും നോക്കാതിരിക്കുന്നതാണ് നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. പകരം അവൻ ആവശ്യമായ സമയം 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ 2 മണിക്കൂർ അവനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കുകയും ബാക്കി സമയങ്ങളിൽ വീട്ടിലും നാട്ടിലും നടക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് പുറത്താവാൻ പോകുന്നില്ലെങ്കിൽ വീട്ടിലെ ടിവിയിലെങ്കിലും ആ കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെടാൻ വേണ്ട ഒരു സാഹചര്യം മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ഇത്തരം ഗെയിമുകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം കാഴ്ചകളിലൂടെ കുട്ടികളെ മറ്റൊരു ലോകത്തിലേക്ക് നയിക്കുന്ന ഒരു അപരിഷ്കൃത സമൂഹമായി നമ്മളൊക്കെ മാറിപ്പോകും. പറഞ്ഞുകൊണ്ട് ഈ ആശംസാ പ്രകടനം പറയാനോ വന്നത്, പക്ഷേ ഞാൻ അറിയാതെ പറഞ്ഞു പോകാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിലിരിക്കുന്ന മക്കളോടാണ്. നിങ്ങളൊക്കെയാണ് ഈ നാട് ഇനി വരുന്ന കാലങ്ങളിൽ നയിക്കേണ്ടത്. ഇപ്പോൾ ഉദയേട്ടൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു കാലത്ത് അവിടെ സർവനായ സ്കൂളിൽ പഠിച്ച് എസ് എൻ കോളേജിൽ പഠിച്ച് എസ് എൻ കോളേജിൽ KSU യൂണിറ്റ് സെക്രട്ടറിയായി, അങ്ങനെ അട്രിയത്തിലേക്ക് വന്നു. കഴിഞ്ഞ് 4 വർഷം മെമ്പറായി, 4 ടേം മെമ്പറായിട്ടാണ് 5ാമത്തെ വർഷം ഈ നാട് നയിക്കുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റായി മാറിയത്. ഇപ്പോൾ രാമദാസ് അധ്യക്ഷ പ്രസിഡന്റ് രാമദാസ് എന്നേക്കാൾ 1 വർഷം മുമ്പ് പുതുക്കോട് സർവനായ സ്കൂളിൽ SLC പഠിച്ചതാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് അങ്ങനെ കൃത്യമായി ഞങ്ങൾ എഞ്ചിനീയറാണോ ഡോക്ടറാണെന്നും ഞങ്ങൾക്ക് ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വന്ന വഴികളിലൊക്കെ ഞങ്ങളുടെ കൃത്യമായ മുദ്രകൾ പതിച്ചുകൊണ്ട് എന്താണോ ഞങ്ങളുടെ കർമ്മബോധം ആ പദത്തിൽ ഏറ്റവും മികച്ച ആളുകളായി മാറിക്കൊണ്ട് ജീവിതത്തിൽ പടപൊരുതി കയറി വന്ന ആളുകളാണ്. അങ്ങനെ ആവണമെങ്കിൽ നിങ്ങളും കുറച്ച് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവണം. കുറച്ച് കാര്യങ്ങളിലൊക്കെ നിങ്ങളും കുറച്ച് കടുപിടുത്തം പിടിക്കണം. മക്കളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി അമ്മമാരും അച്ഛന്മാരും പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടുനിൽക്കുന്നതിന് പകരം തെറ്റുകളാണെങ്കിൽ തെറ്റുകളാണെന്ന് ചൂണ്ടിക്കാണിക്കാനും ശരികളാണെങ്കിൽ ശരികളാണെന്ന് പറഞ്ഞ് അനുമോദിക്കാനും നിങ്ങൾ തയ്യാറാവണം. മക്കളുടെ മുകളിൽ ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ആകെ രത്ന ചുരുക്കം. പല വീടുകളിലും അല്ലെങ്കിൽ പലരും നമ്മൾ ചെയ്യുന്നൊരു കാര്യം മക്കളെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ മക്കളുടെ ആ ഒരു ശല്യം ഒഴിവാക്കാൻ അവർക്കൊരു ഫോൺ, ഏറ്റവും നല്ല ഫോണും ഇന്റർനെറ്റും വാങ്ങിച്ചു കൊടുത്ത് അവരുടെ അതുകൊണ്ട് ഇരുന്നോളും, പിന്നെ നോക്കട്ടല്ലോന്നാണ്. കുറെ കഴിയുമ്പോൾ നമ്മളെ നോക്കാനേ അവന് സമയം ഉണ്ടാവില്ല, ലോകത്തെ കാണാനും സമയം ഉണ്ടാവില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ ഈ 9 ഇഞ്ച് സ്ക്രീനിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവും. അതില്ലാതാവുന്നതോടുകൂടി അവന്റെ ലോകം തന്നെ വേറെ ആയിപ്പോവും. അവൻ ഭ്രമാത്മകമായ മറ്റൊരു ലോകത്ത് പോയി നമുക്ക് തന്നെ മറ്റൊരു വില്ലനായി നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ മക്കൾ മാറുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ മക്കൾ പഠിക്കട്ടെ, അവരൊക്കെ നന്നായി പഠിക്കട്ടെ, വലിയ ഉയരങ്ങളിലെത്തട്ടെ. മണപ്പാടത്തു നിന്ന് നിരവധിയായ ആളുകൾ, ഇപ്പോൾ നമ്മുടെ രാജഗോപാലേട്ടനെ പറ്റി പറയാതെ പോകാൻ പറ്റില്ല. രാജഗോപാൽ എന്ന് പറയുന്ന ആൾ കേന്ദ്രമന്ത്രിയായ ആളാണ്, നമ്മുടെ മണപ്പാടംകാരനാണ്. രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ശബ്ദമായ MLA, കേരള നിയമസഭയിൽ ശബ്ദമായ രാജഗോപാലേട്ടൻ എന്ന രാജേട്ടൻ ഇവിടുന്ന് കടന്നുപോയ മണ്ണാണ് മണപ്പാടത്തിൽ. ഈ നാട്ടിൽ ഇനിയും ഇതുപോലുള്ള വലിയ വലിയ ആളുകൾ ഉണ്ടാവണം. നിങ്ങളിൽ നിന്നാണ് അത്തരം ആളുകൾ ഉണ്ടാവേണ്ടത്. ആ ആളുകൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളായി വളരണം. നിങ്ങളെ നല്ല കുട്ടികളായി നിങ്ങൾ മാതാപിതാക്കൾ വളർത്തണം. അവർ ഈ നാടിൻ്റെ അഭിമാനമായി മാറണം. ഇത്തരം നല്ല കുട്ടികളുണ്ടാവാൻ, നല്ല മാതൃകയായ മാതാപിതാക്കളുണ്ടാവാൻ ഇത്തരം ചടങ്ങുകൾ കൊണ്ട് കഴിയട്ടെ. ഇത് കേവലം കുറച്ച് കുട്ടികൾക്കുള്ള പുസ്തക വിതരണം എന്നതിനേക്കാൾ ഉപരി ഈ കുട്ടികളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ, ഈ രാമസ്വാമിക്ക് പറയാനുള്ളതാണ്, ഈ കുട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. ഇവരുടെ വളർച്ചകളിൽ നിങ്ങളൊരു ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാവണം. ഏതൊക്കെ കുട്ടികൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തും, ഏതൊക്കെ കുട്ടികൾ എവിടെയെങ്കിലും പതറുന്നുണ്ടോ, എവിടെയെങ്കിലും ശ്രദ്ധ തെറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഇവരുടെ മോണിറ്റർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീടുകളിലെ കുട്ടികളാണ്. അവരുടെ വളർച്ചകളിൽ ഒപ്പം നിൽക്കുക. എവിടെയെങ്കിലും പതറുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ വിജയിപ്പിക്കുക. ഏതെങ്കിലും ഒരു അനുഭവത്തിന് മാത്രം ഒതുങ്ങാതെ ഈ മണപ്പാടത്തിൽ കണക്കുള്ള കുട്ടികൾ ഭാവിയിൽ ഈ ലോകത്തിൻ്റെയും നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ അഭിമാനമായി മാറുന്ന രീതിയിലേക്ക് മാറാൻ
ഇത്തരം ചടങ്ങുകൾ കൊണ്ട് കഴിയട്ടെ. ഇതൊരു ആശംസാ പ്രസംഗം നൽകി വളരെ ചുരുക്കേണ്ടതാണ്, ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ ചടങ്ങിന് ഇതിന് സംഭാവന ചെയ്ത ആളുകളോടും അതുപോലെ ഈ ചടങ്ങ് സംഘടിപ്പിച്ച സൗഹൃദ സംഘത്തിനോടും ഇതിൻ്റെ നടത്തിപ്പുകാരോടും സർവാത്മാനായി നാട്ടിൻ്റെ ഒരു കൂട്ടായ്മ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കേൾക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. മുൻപ് ഞാൻ ഇതുപോലെ ചടങ്ങിൽ പങ്കെടുത്ത് ഇവിടുത്തെ അമ്മമാർക്ക് ഓണക്കോടി കൊടുക്കുന്ന ഒരു പരിപാടിയിലായിരുന്നു. വളരെ രസകരമായി തോന്നി. ഒരു പ്രദേശത്തുള്ള മുഴുവൻ അമ്മമാരെയും വിളിച്ചിരുത്തി അവർക്ക് ഓണത്തിനൊരു ഓണക്കോടി കൊടുക്കും. ഇപ്പോൾ കുട്ടികൾക്ക് അവർക്ക് മാതൃകയായ രീതിയിൽ കുറച്ച് പഠനോപകരണം കൊടുക്കുന്നു. അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല എങ്കിൽ പോലും ആ ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി ഒരു സംഘത്തിന്റെ പേരിൽ ഒരു സ്ഥലത്തിരുത്തി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ ഒന്നിച്ചാണ് ഒറ്റക്കെട്ടാണ് നിൽക്കുന്നത് എന്ന് പറയാനുള്ളൊരു ആർജവം കാണിക്കുന്ന ഈ സംഘം അത് തന്നെയാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ അഭിമാനം. സൗഹൃദയുടെ ഈ പരിപാടികൾ ഇനിയും തുടരട്ടെ, വലിയ വലിയ ഉയരങ്ങളിലേക്ക് സംഘത്തിന്റെ പ്രവർത്തനങ്ങളും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വലിയ നമസ്കാരം.